ജോൺ വിക്ക് പോലൊരു അനിമേ സീരീസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അങ്ങനെ അനിമേ സീരീസ് ഉണ്ടോ എന്നല്ല നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടായിട്ട് ചോദ്യം. എന്നാൽ അങ്ങനെ ഒരു അനിമേ സീരീസ് ഉണ്ട്. നെറ്റ്ഫ്ലിക്സ് സ്പോൺസർ ചെയ്യുന്ന സക്കമോട്ടോ ഡേയ്സ് ആണ് ആ അനിമേ സീരീസ്. ഇപ്പോൾ നിലവിൽ 2ാമത്തെ സീസൺ എയറിംഗിലാണ്. നെറ്റ്ഫ്ലിക്സ് സീരീസ് ആണെന്ന് വെച്ച് ഇത് മറ്റ് അനിമേ വെബ്സൈറ്റുകളിലും കിട്ടും. ക്രഞ്ചി റോൾ, ഹൈ അനിമേ, അനിലവ് പോലുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കാണുകയും ചെയ്യാം. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആകുന്നതിന് മുമ്പ് എൻ്റെ ചാനലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. സോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻഡ്. ജോൺ വിക്ക് പോലൊരു സീരീസ് ആണെന്ന് കരുതി കംപ്ലീറ്റ് ഒരു ആക്ഷൻ പാക്ഡ് സാധനമല്ല. കോമഡി ഉണ്ട്, ഇമോഷണൽ ഫീലിങ്സ് ഉണ്ട്, എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഹോൾ പാക്കേജ് ആണ് സക്കമോട്ടോ ഡേയ്സ് നമുക്ക് തരുന്നത്. സോ സക്കമോട്ടോ ഡേയ്സ് എന്താണ് അതിൻ്റെ ഒരു ബേസിക് സ്റ്റോറി ലൈൻ പറഞ്ഞുതരാം. JAA, ജപ്പാൻ അസാസിൻ അസോസിയേഷൻ ഓർ ജപ്പാൻ അസോസിയേഷൻ ഓഫ് അസാസിൻസ്, ഇതിലാണ്ടിൽ ഏത് വേണം പറയാം, ഏതാണെന്ന് ഞാൻ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. സോ JAAയിൽ നിന്നും റിട്ടയർ ആയ ഒരു അസാസിന്റെ കഥ, അതാണ് നമ്മുടെ സക്കമോട്ടോ. സക്കമോട്ടോ ഈസ് അറിയപ്പെടുന്നത്, സക്കമോട്ടോ ഈസ് നോൺ ആസ് ദി ലെജൻഡറി അസാസിൻ ഇൻ ദ ഹോൾ JAA. അതായത് അസോസിയേഷനിൽ തന്നെ വൺ ഓഫ് ദി ലെജൻഡറി അസാസിൻ ആയിരുന്നു മിസ്റ്റർ സക്കമോട്ടോ. സക്കമോട്ടോ എന്തുകൊണ്ട് റിട്ടയർ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ജോൺ വിക്കിലെ ഒരു തീം തന്നെയാണ്. പുള്ളിക്കാരൻ ഒരു പെൺകുട്ടിയെ കാണുന്നു, പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാവുന്നു, അവളുമായിട്ടൊരു ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി പുള്ളി ഈ അസാസിൻ ലൈഫ് റിട്ടയർ ചെയ്യുന്നു. അത് കഴിഞ്ഞ ശേഷം തന്നെ ഈ അസോസിയേഷൻ തന്നെ ഈ റിട്ടയർ ആയ സക്കമോട്ടോയെ കൊല്ലാനായിട്ട് ഒരു അസാസിനെ അയക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ബിഗ് ബൗണ്ടി സക്കമോട്ടോയുടെ തലയിൽ അവരിടുന്നു. അതിൻ്റെ പിറകെ വരുന്ന അസാസിൻസ്, അതിനെ ബേസ് ചെയ്ത് പോകുന്ന സ്റ്റോറി ലൈനാണ് ബേസിക് ആയിട്ട് സക്കമോട്ടോ ഡേയ്സിൽ കാണിക്കുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സക്കമോട്ടോ അഥവാ ടാറോ സക്കമോട്ടോ. സോ ഒരു പെൺകുട്ടിയുമായിട്ട് സക്കമോട്ടോ പ്രണയത്തിലാവുന്നു. ആ പെൺകുട്ടിയെ വിവാഹം ചെയ്ത ശേഷം അസാസിൻ എന്ന ജോലി താൻ റിട്ടയർ ചെയ്യുന്നു. അതിനുശേഷം അവരൊരു പലചരക്ക് പോലെ ഒരു ഷോപ്പ് ഇട്ട് അവരൊരു ഷോപ്പ് കീപ്പറായിട്ട് അവരവരുടെ ഫാമിലി ആയിട്ട് ജീവിക്കുന്നു. പുള്ളി പോകെ ഗുണ്ടാകുന്നു. പുള്ളിയുടെ ഹോൾ ബോഡി സ്ട്രക്ചർ തന്നെ മാറുന്നു. സക്കമോട്ടോയ്ക്ക് ഒരു കുട്ടി ഉണ്ടാവുന്നു. ഈ ഒരു സമയത്താണ് അവരുടെ അസോസിയേഷനിൽ നിന്ന് ഒരു അസാസിനെ അവർ സക്കമോട്ടോയുടെ പിന്നാലെ പറഞ്ഞു വിടുന്നതും പുള്ളിയെ കൊല്ലാനായിട്ട് അവർ അസാസിനെ സക്കമോട്ടോയുടെ പിറകെ വിടുന്നത്. സോ അസോസിയേഷൻ സക്കമോട്ടോയെ കൊല്ലാനായിട്ട് പറഞ്ഞു വിടുന്നത് സക്കമോട്ടോയുടെ കൂടെ തന്നെ പല മിഷൻസിലും സക്കമോട്ടോയെ അക്കമ്പനി ചെയ്ത് പോയിട്ടുള്ള ഷിൻ എന്ന് പറഞ്ഞ, അതായത് ഒരു സക്കമോട്ടോയുടെ ഒരു ജൂനിയർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറിനെ, ഷിൻ എന്നൊരു ക്യാരക്ടറിനെയാണ് സക്കമോട്ടോയെ കൊല്ലാനായിട്ട് അസോസിയേഷൻ പറഞ്ഞു വിടുന്നത്. പക്ഷേ സക്കമോട്ടോയെ കഥയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തന്നെ ലെജൻഡറി അസാസിൻ എന്നുള്ള ഒരു ലെവലിലാണ് സക്കമോട്ടോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ടും ഷിൻ വരുന്നു, സക്കമോട്ടോയെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിൽ ഷിൻ പരാജയപ്പെടുന്നു. സക്കമോട്ടോയുടെ ലൈഫ് കണ്ടിട്ട് ഷിന്നിന് റിട്ടയർ ആവണമെന്ന് തോന്നി ഷിന്നും റിട്ടയർ ആവുന്നു. ഈ ഷിന്നിൻ്റെ ഒരു മെയിൻ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു മൈൻഡ് റീഡറാണ്. പുള്ളിക്ക് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ എബിലിറ്റി ഉണ്ട്. പുള്ളിയുടെ അടുത്ത് ഒരു 10 മീറ്റർ, ഒരു 15 മീറ്റർ റേഡിയസിനകത്തൊക്കെ വരുന്ന ആൾക്കാരുടെ മൈൻഡിൽ എന്താണ് തിങ്ക് ചെയ്യുന്നത് എന്ന് ഷിന്ന് അത് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ സക്കമോട്ടോ ഡേയ്സിലെ 2ാമത്തെ മെയിൻ ക്യാരക്ടർ ഷിൻ. അങ്ങനെ സക്കമോട്ടോയെ കൊല്ലാൻ പറഞ്ഞു വിടുന്ന ഷിൻ ലാസ്റ്റ് സക്കമോട്ടോയുടെ ഫാമിലിയായി മാറുന്നു. ഷോപ്പ് കീപ്പറായി സക്കമോട്ടോയുടെ കൂടെ, ആ കട നോക്കാൻ സക്കമോട്ടോയുടെ ഒരു വർക്കറായിട്ട് ഷിന്നും മാറുന്നു. അപ്പോൾ അവരങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് കഥയിൽ 3ാമത്തെ മെയിൻ ക്യാരക്ടർ വരുന്നത്. ലൂ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ലൂ എന്ന ക്യാരക്ടറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഒരു ചൈനീസ് മാഫിയ ഫാമിലിയിലെ ഒരു അംഗമാണ്. പുള്ളിക്കാരിയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടുപോയി, ഏതോ അസാസിൻസ് ആണ് കൊന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ അച്ഛനും അമ്മയും അവരുടെ ഫാമിലി ആയിട്ട് സൂക്ഷിച്ചിരുന്ന എന്തോ ട്രഷറിന്റെ താക്കോൽ പുള്ളിക്കാരുടെ കയ്യിലാണ്. അപ്പോൾ പാരമ്പര്യമായിട്ട് ഇൻഹെറിറ്റ് ചെയ്ത് വന്ന ഈ ട്രഷർ അസാസിൻസിനോ അല്ലെങ്കിൽ അവരുടെ പിന്നാലെ വരുന്ന ഒരു മാഫിയക്കോ കൊടുക്കാൻ ലൂവിന് താല്പര്യമില്ല. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ലൂ സക്കമോട്ടോയുടെയും ഷിന്നിൻ്റെയും മുമ്പ് ചെന്നപ്പെടുന്നു. അപ്പോൾ അവളുടെ പിന്നാലെയുള്ള അസാസിൻസിനെ ഇവർ അടിച്ചോട്ടിക്കുന്നു. അങ്ങനെ ലൂവും ഈ ഒരു സ്റ്റോറി ലൈനിന്റെ മെയിൻ ക്യാരക്ടറായിട്ട് മാറുന്നു. സക്കമോട്ടോയുടെ കടയിൽ അവൾ ഒരു ഷോ കീപ്പറായിട്ട് കൂടുന്നു. അവരുടെ ഒരു ഫാമിലിയിലെ അംഗമായിട്ട് മാറുന്നു. അങ്ങനെ ഇവരെല്ലാവരും തന്നെ കഥയുടെ ഒരു മെയിൻ കോറായിട്ട് മാറുന്ന ടൈമിലാണ് സക്കമോട്ടോയുടെ തലയിലൊരു
ബിഗ് ബൗണ്ടി എമൗണ്ട് അസാസിൻ അസോസിയേഷൻ പുറത്തുവിടുന്നത്. അപ്പൊ ഈ ഒരു ബിഗ് ബൗണ്ടി എമൗണ്ട് ആസ് ലൈക്ക് ജോൺ വിക്ക് ആണ്. ജോൺ വിക്കിലെ പോലെ പുള്ളിക്കാരന്റെ തലയിൽ ആ ബൗണ്ടി ഇടുന്ന സമയത്താണല്ലോ ഉള്ള എല്ലാ അസാസിൻസും അല്ലെങ്കിൽ ഹിറ്റ്മാൻസും ജോൺ വിക്കിന്റെ പറയാൻ വരുന്നത്. അതേപോലൊരു ബൗണ്ടി വെളിയിൽ വരുന്ന സമയത്ത് ഉള്ള മെയിനായിട്ടുള്ള അസാസിൻസ് എല്ലാവരും സക്കമോട്ടോയെ കൊല്ലാനായിട്ട് വരുന്നു. അപ്പോൾ ഈ രണ്ട് സൈഡ് ക്യാരക്ടേഴ്സും സക്കമോട്ടോയും ഫാമിലിയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സക്കമോട്ടോയുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ബൗണ്ടി എമൗണ്ട് കണ്ട് സക്കമോട്ടോയെ കൊല്ലാൻ പറ്റുന്ന അടുത്തൊരു അസാസിനാണ് ഹെയ്സ്കെ. സോ ഹെയ്സ്കെ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയ്സ്കെ ഒരു സ്നൈപ്പർ ടൈപ്പ് അസാസിനാണ്. പുള്ളിക്ക് കാര്യമായിട്ടുള്ള കോമ്പാറ്റ് സ്കില്ലോ ഒന്നും തന്നെയില്ല. പുള്ളിക്ക് ഫണ്ട്സ് ഒന്നുമില്ല. ഈ അസാസിൻസ് അസോസിയേഷൻ അക്കാഡമിയിൽ തന്നെ പുള്ളി ഒരു കോമഡി പീസ് ആയിരുന്നു. പുള്ളിയെ കൊണ്ടൊരു മിഷൻ നേരെ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. ആർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു പുള്ളി. അങ്ങനെ തന്നെ ബട്ട് പുള്ളി താനൊരു കഴിവുള്ള അസാസിനാണെന്ന് കാണിക്കണമെന്ന് നിർബന്ധത്തിൽ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഹെയ്സ്കെ. എപ്പോഴും കൂടെ ഒരു തത്തയൊക്കെ കാണും. ആ തത്തയാണ് ഹെയ്സ്കെയുടെ ദൂരെയുള്ള ഫ്രണ്ട്. അവര് ഇതേപോലെ ബൗണ്ടി ഇടുന്ന ആൾക്കാരെ കൊല്ലാൻ ശ്രമിക്കും, പക്ഷെ ഒന്നും നടക്കില്ല. ആഹാരം കഴിക്കാൻ തന്നെ ഭയങ്കര പാടുപെട്ട് നടക്കുന്ന രണ്ട് ടീംസാണ് ഹെയ്സ്കെയും ഹെയ്സ്കെയുടെ സത്യം. അപ്പോൾ സക്കമോട്ടോ ഒരു ലെജൻഡറി അസാസിനാണ്, പുള്ളി ഭയങ്കര കിടിലാണെന്നൊന്നും അറിയാതെയാണ് ഹെയ്സ്കെ തന്റെ തോക്കം കൊണ്ട് സക്കമോട്ടോയെ കൊല്ലാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ സക്കമോട്ടോ ആരാണെന്ന് തിരിച്ചറിയുന്നത് നിലവിൽ സക്കമോട്ടോയുടെ ഒരു ബോഡിയും ഫിഗറും വെച്ചിട്ട് സക്കമോട്ടോയുടെ പഴയ ഒരു ഫോട്ടോ അല്ല ഇപ്പോഴത്തെ ഒരു സക്കമോട്ടോയുടെ അപ്പിയറൻസ്. അപ്പോൾ അപ്രതീക്ഷിതമായി ഹെയ്സ്കെ സക്കമോട്ടോയുടെ കൂടെയും ഷിനിന്റെ കൂടെയും ലൂവിന്റെ കൂടെയും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയും പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഇതാണ് താൻ കൊല്ലാൻ നടക്കുന്നത് ലെജൻഡറി അസാസിൻ ടാറോ സക്കമോട്ടോ എന്ന് മനസ്സിലാക്കുകയും പിന്നെ പുള്ളിയെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയും ആസ് യൂഷ്വൽ എല്ലാ അസാസിൻസിനെയും പോലെ ഹെയ്സ്കെയും പരാജയപ്പെടുന്നു. ബട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടാക്കിയ സ്ഥിതിക്ക് മാത്രമല്ല ഹെയ്സ്കെ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ആരും ഇതുവരെ അഡ്മയർ ചെയ്തിട്ടില്ല. ബട്ട് സക്കമോട്ടോ പറയുന്നു നീ ഹെയ്സ്കെ നീ മറ്റുള്ളവർ പറഞ്ഞ നീ ഒരു മണ്ടനും കോമഡി പീസും മാത്രമല്ല, നിനക്ക് നിന്റേതായ കഴിവുണ്ട്. അങ്ങനെ സക്കമോട്ടോ ആണ് ആദ്യമായിട്ട് ഹെയ്സ്കെനെ അഡ്മയർ ചെയ്യുന്നത്. അങ്ങനെ ഹെയ്സ്കെയും അവരുടെ ഒരു ഫാമിലിയുടെ മെമ്പർ പോലെ ആകുന്നു. അവരുടെ കൂടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡുകളിൽ വരുന്നു. ബട്ട് ഹോൾ സ്റ്റോറി ലൈനിൽ ഹെയ്സ്കെ ഉണ്ട്. നിലവിലുള്ള സീസൺ 2 ഹോൾ സ്റ്റോറി ലൈനിൽ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് തന്നെ ഹെയ്സ്കെ ഉണ്ട്. സോ അപ്പോൾ ഹെയ്സ്കെയും വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറെ അസാസിൻസ് വരുന്നു. ഈ അസാസിൻസിൽ നിന്ന് ഇവരുടെ നിലവിലെ ഇപ്പോൾ സക്കമോട്ടോ, ഷിൻ, ലൂ, ഹെയ്സ്കെ ഇവരുടെയൊക്കെ ഒരു മെയിൻ മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് സക്കമോട്ടോയെ കൊല്ലാനായിട്ട് ഇത്രയും വലിയൊരു ബൗണ്ടി അവരുടെ തലയിലിട്ടത്, സക്കമോട്ടോയുടെ തലയിലിട്ടത്, അല്ലെങ്കിൽ ഷിന്നിനെ കൊല്ലാനായാൽ പോലും ഇവരുടെ ഈ ഒരു ഗ്യാങ്ങിനെ ഇപ്പം അടിച്ചു നശിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ആർക്കാണുള്ളത്, ആരാണ് കഥയിലെ വില്ലൻ, ഇതറിയാനായിട്ടുള്ള ഒരു പുറപ്പാടിലാണ് അവര് നടക്കുന്നത്. അവരങ്ങനെ ഓരോ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്നു, ഓരോ അസാസിൻസിനെ മീറ്റ് ചെയ്യുന്നു, തങ്ങളെ കൊല്ലാൻ വരുന്ന അസാസിൻസിനെ ബീറ്റ് ചെയ്തുകൊണ്ട് ശേഷം അവരിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ നോക്കുന്നു. ആരാണ് വില്ലൻ, എന്തിനാണ് ഈ പുള്ളി ഇതിങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ട് സക്കമോട്ടോയെ അവർ ടാർഗറ്റ് ചെയ്യുന്നു, ഈ ഒരു സംഭവമാണ് ഇവരുടെ മുന്നിലുള്ള മെയിൻ ക്വസ്റ്റ്യൻ. സോ അത് കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ് സ്റ്റോറി പിന്നെ മുമ്പോട്ട് പോകുന്നത്. സോ ആവശ്യമുള്ള ഇൻട്രൊഡക്ഷൻ ആയി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. താല്പര്യമുള്ളവർ നെറ്റ്ഫ്ലിക്സിലോ ഹൈ അനിമെ, കഞ്ചിൽ റോൾ, അനിലാബ് ഇതുപോലുള്ള വെബ്സൈറ്റിലോ പോയി വാച്ച് ചെയ്യുക. സീരീസിൻ്റെ നെയിം സക്കമോട്ടോ ഡേയ്സ്. ഇപ്പോൾ ഏവലിംഗ് നിൽക്കുന്നത് സീസൺ 2. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. Signing off from Shannon Stocks. Bye.